ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിന്റെ വലിയ വാഗ്ദാനമാണ്. കർത്താവ് നിന്റെ എന്റെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ സമാധാനം സ്ഥാപിക്കും, അതുവഴിയായി നിങ്ങൾ സ്വസ്ഥമായി സ്വൈര്യമായി നിങ്ങൾ വസിക്കും, നിങ്ങൾ ജീവിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സമാധാനമില്ലാത്ത വ്യക്തികള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമാധാനമില്ലാതെ അസ്വസ്ഥതയിൽ കഴിയുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, മക്കളുടെ ജീവിതങ്ങള് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ സമാധാനം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിന്റെ ആ ആഴപ്പെട്ട ഒരു വലിയ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയേക്കാം. അതുകൊണ്ട് സമാധാനമില്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാല് സ്വൈര്യമായിട്ട് ഒന്ന് ജീവിക്കാൻ പറ്റുന്നില്ല, ഭയത്തിലാണ് അവര്. കർത്താവ് പറയാ, നിങ്ങളാരും ഭയപ്പെടുത്തുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ ഈ വലിയ വാഗ്ദാനം 3 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തേത് സമാധാനം അവിടുന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ അവിടുന്ന് സ്ഥാപിക്കും. നീ വിശ്വസിക്ക്, ഇത് നീ സ്വീകരിക്ക്. രണ്ടാമത്തെ കാര്യം, അതുവഴിയായി നീ സ്വസ്ഥമായി ഇതാ ജീവിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ ദൈവം നിന്നെ ഇടവരുത്തും. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, ആരും നിങ്ങളെ ഭയപ്പെടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെടുത്താവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങളെ തൊടില്ല, അത് നിങ്ങളെ ബാധിക്കില്ല, അത് നിന്റെ കുടുംബത്തെ തൊടില്ല. കർത്താവിന്റെ ഈ വാഗ്ദാനം ഇതാ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ കർത്താവ് ചെയ്യാൻ പോവാ. പ്രിയപ്പെട്ടവരെ, ഇത് അനുഭവിക്കുന്ന ഇത് വ്യക്തി ജീവിതങ്ങളായി, കുടുംബങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം, കുടുംബങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ദൈവമേ, സമാധാനമില്ലാത്ത രാജ്യങ്ങള്, സമാധാനമില്ലാത്ത ദേശങ്ങള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ഒരു സ്വസ്ഥമായിട്ട് സമാധാനമില്ലാതെ കഴിയുന്ന വ്യക്തികളുണ്ടല്ലോ കർത്താവേ, കരുണ കാണിക്കണമേ കർത്താവേ. കർത്താവേ, ദൈവമക്കളുടെ മേല് കരമുയർത്തണമേ. സമാധാനം അനുഭവിക്കാത്ത വിധത്തില്, അസ്വസ്ഥതയില്, ദൈവമേ, ഭയത്തില്, ദൈവമേ, കഴിയുന്ന ഓരോ മകന്റെ മകളുടെ നിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ. അസ്വസ്ഥതയുടെ ദുരാത്മാക്കൾ വ്യക്തി കുടുംബങ്ങളിൽ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അസ്വസ്ഥതയുടെ അന്ധകാരത്തിന്റെ സ്വാധീനം വ്യക്തി കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുപിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു, പാവന നീണം തന്നു പാപത്തിൽ കരവൊക്കി, പാവന നീണം തന്നു പാപത്തിൽ കരവൊക്കി, രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും, രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ